സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ടെൻസിൻ്റെ മലയാളത്തിലുള്ള ഫോമുകളായിരുന്നു. അതായത് ഞാൻ പാടുന്നു, ഞാൻ പാടുകയാണ്, ഞാൻ പാടിയിട്ടുണ്ട്, ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പാടി, ഞാൻ പാടുകയായിരുന്നു, ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു, ഞാൻ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ പാടും, ഞാൻ പാടുകയായിരിക്കും, ഞാൻ പാടിയിട്ടുണ്ടാകും, ഞാൻ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇത് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്നീ ഫോമുകളാണ്. നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രസൻറ്റ് ഫോമായ ഞാൻ പാടുന്നു, ഞാൻ പാടുകയാണ്, ഞാൻ പാടിയിട്ടുണ്ട്, ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാൻ പാടുന്നു എന്ന ഫസ്റ്റ് ഫോമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഐ ഞാൻ, പാടുന്നു സിങ്, ഇവ രണ്ടും ചേരുമ്പോൾ ഐ സിങ് എന്നായി മാറുന്നു. ഇവിടെ വെർബിന് യാതൊരു മാറ്റവും സംഭവിക്കാതെ നിൽക്കുകയാണ്. അതായത് പ്ലൂറൽ ഫോമിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ പ്രസൻറ്റ് ഫോമിൽ അവൻ പാടുന്നു, അവൻ എന്നത് ഹീയും പാടുന്നു എന്നത് സിങ്ങും, ഹീ സിങ്സ് എന്നായി മാറുന്നു. അതായത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമിനോടൊപ്പം എസ് ചേർത്തിരിക്കുന്നു. അതായത് വെർബ് അങ്ങനെ ഉണ്ടാക്കുന്നത് എസ് അല്ലെങ്കിൽ ഇ എസ് അല്ലെങ്കിൽ ഐ ഇ എസ് ചേർത്താണ് ഫസ്റ്റ് ഫോം ഉണ്ടാക്കുന്നത്. അതായത് ഐ പ്ലസ് ഡു പ്ലസ് സിങ് എന്നത് ഐ സിങ് ആയി മാറുന്നു. വെർബിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ ഹീ പ്ലസ് ഡസ് പ്ലസ് സിങ് എന്നതിൽ ഹീ സിങ്സ് ആയി മാറുന്നു. അതായത് ഡസ് അവിടെ ഹൈഡായിട്ട് സിങ്ങിനോടൊപ്പം എസ് കൂട്ടിച്ചേർക്കുന്നു. അതായത് പ്ലൂറൽ സബ്ജക്റ്റുകൾക്കൊപ്പം അതിൻ്റെ ഓക്സിലറി വെർബായ ഡു കൂട്ടിച്ചേർത്ത് വെർബിൻ്റെ ബേസ് ഫോം നിലനിർത്തിക്കൊണ്ട് തന്നെ സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നു. എന്നാൽ സിംഗുലർ സബ്ജക്റ്റുകൾക്കൊപ്പം അതിൻ്റെ ഓക്സിലറി വെർബായ ഡസ് കൂട്ടിച്ചേർത്ത് വെർബിൻ്റെ ബേസ് ഫോമിനോടൊപ്പം എസ് അല്ലെങ്കിൽ ഇ എസ് അല്ലെങ്കിൽ ഐ ഇ എസ് എന്നിവ ചേർത്താണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത്. ഇവിടെ V1 എന്നത് വെർബിൻ്റെ പ്രസൻറ്റ് ഫോമും V2 എന്നത് വെർബിൻ്റെ പാസ്റ്റ് ഫോമും V3 എന്നത് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ആണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ട്രക്ചർ ലഭിക്കുന്നു. അതായത് സബ്ജക്റ്റ് പ്ലസ് V1 വെർബിൻ്റെ ഫസ്റ്റ് ഫോം, ബേസ് ഫോം ഇവ ചേർത്താണ് നമ്മൾ പ്രസൻറ്റ് ഫോമിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. അതായത് പ്ലൂറൽ സബ്ജക്റ്റുകൾക്കൊപ്പം അതിൻ്റെ ഓക്സിലറി വെർബായ ഡൂവും വെർബിൻ്റെ ബേസ് ഫോമിന് യാതൊരു മാറ്റവും സംഭവിക്കാതെയാണ് പ്രസൻറ്റ് ടെൻസിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ സിംഗുലർ സബ്ജക്റ്റുകൾക്കൊപ്പം അതിൻ്റെ ഓക്സിലറി വെർബായ ഡസ്സും വെർബിൻ്റെ ബേസ് ഫോമിനോടൊപ്പം എസ്, ഇ എസ്, ഐ ഇ എസ് എന്നിവ കൂട്ടിച്ചേർത്തുമാണ് സെൻറ്റൻസുകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ സബ്ജക്റ്റിന് ശേഷം V1 ചേർത്തുകൊണ്ട് പ്രസൻറ്റ് ടെൻസിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് നമ്മൾ പ്രസൻറ്റ് ടെൻസിലെ ഒരു വിഭാഗമായി മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നത്. ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ബേസിക് സെൻറ്റൻസുകൾ, സിംഗുലർ സബ്ജക്റ്റിലുള്ള ബേസിക് സെൻറ്റൻസുകൾ 6 തരത്തിലുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അവൻ എന്തു കാണുന്നു? അവൻ പേന കാണുന്നു. അവൻ പേന കാണുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമായി ലഭിക്കുന്നത് അതെ, അവൻ പേന കാണുന്നു. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഉത്തരം നൽകാം, ഇല്ല അവൻ പേന കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ഉറപ്പിന് വേണ്ടി ഒരു ചോദ്യം ചോദിക്കും, അവൻ പേന കാണുന്നില്ലേ എന്നൊരു ചോദ്യവും ചോദിക്കും. ഇത്തരത്തിലുള്ള 6 തരത്തിലുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അവൻ എന്ത് കാണുന്നു എന്നത് ഒരു ചോദ്യവാക്കാണ്. അതായത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. എന്ത് എന്നത് വാട്ടും അവൻ എന്നത് ഹീയും. ഹീ എന്നത് സിംഗുലറാണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ ഓക്സിലറി വെർബായ ഡസ്സും കൂട്ടിച്ചേർത്ത് വാട്ട് ഡസ് ഹീ സീ എന്ന ചോദ്യവാക്ക് നമ്മൾ രൂപീകരിക്കുന്നു. അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റുകൾക്കൊപ്പം അതിൻ്റെ ഓക്സിലറി വെർബായ ഡൂവും കൂട്ടിച്ചേർത്ത് നിങ്ങൾ എന്ത് കാണുന്നു എന്നത് വാട്ട് ഡു യു സീ എന്ന് ആയി മാറുന്നു. ഇങ്ങനെയാണ് സെൻറ്റൻസുകൾ ചോദ്യവാക്കുകളിൽ ഉണ്ടാക്കുന്നത്. WH ക്വസ്റ്റ്യൻ പോലെ തന്നെ എസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്. അവൻ ഒരു പേന കാണുന്നുവോ എന്നതിൻ്റെ ഉത്തരം ഹി ഡസ് സീ എ പെൻ എന്നാണ്. അപ്പോൾ ഡസ് എന്ന ഓക്സിലറി വെർബ് ഹി എന്ന സിംഗുലർ സബ്ജക്റ്റിന് മുമ്പിലായി ചേർത്തുകൊണ്ട് ചോദിക്കുമ്പോൾ ഡസ് ഹി സീ എ പെൻ എന്നായി മാറുന്നു. അപ്പോൾ അവൻ ഒരു പേന കാണുന്നുവോ എന്നത് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് പ്ലൂറൽ സബ്ജക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടും എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. അവർ എന്തു കാണുന്നു എന്നത് ഡു ദേ സീ എ പെൻ എന്നായി മാറുന്നു. അതായത് ദേയ്ക്ക് മുമ്പ് ഡു ഇടുന്നു. ഇനി നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കുവാൻ വേണ്ടി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അവൻ ഒരു പേന കാണുന്നില്ലേ എന്ന്. അപ്പോൾ അതെങ്ങനെ പറയും?
അതായത് ഡസിനോടൊപ്പം ഒരു നോട്ട് കൂട്ടിച്ചേർത്ത് ഡസ് നോട്ട് ഹീ സീ എ പെൻ, അതായത് ഡസിൻറ്റ് ഹീ സീ എ പെൻ എന്നായി മാറുന്നു. അവർ ഒരു പേന കാണുന്നില്ലേ എന്ന പ്ലൂറലിനോടൊപ്പം ആണെങ്കിലോ ഡു നോട്ട് സീ എ പെൻ, അതായത് ഡോണ്ട് ദേ സീ എ പെൻ, ഡോണ്ട് ദേ സീ എ പെൻ എന്നായി മാറുന്നു. ഇനി അവനൊരു കാര്യം ചെയ്യുന്നില്ല എന്ന് പറയണമെങ്കിൽ ഓക്സിലറി വെർബിനോടൊപ്പം സിംഗുലർ ആണെങ്കിൽ ഡസിനോടൊപ്പം നോട്ട് കൂട്ടിച്ചേർക്കുന്നു. ഹി ഡസ് നോട്ട് സീ എ പെൻ, ഹി ഡസിൻറ്റ് സീ എ പെൻ എന്ന് പറഞ്ഞാൽ മതി. പ്ലൂറൽ സബ്ജക്റ്റിനും ഇതുപോലെ തന്നെയാണ്. ഡുവിനോടൊപ്പം ഒരു നോട്ട് കൂട്ടിച്ചേർത്ത് ദേ ഡു നോട്ട് സീ എ പെൻ, അതായത് ദേ ഡോണ്ട് സീ എ പെൻ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള 6 ബേസിക് സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അവയെ വ്യക്തമായി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അവൾ എന്തു ചെയ്യുന്നു? വാട്ട് ഡസ് ഷീ ഡു? വാട്ട് ഡസ് ഷീ ഡു? അതിനുത്തരമായി അവൾ ഒരു പുസ്തകം വായിക്കുന്നു. ഷീ റീഡ്സ് എ ബുക്ക് എന്നാകുന്നു. ഇനി അവൾ ഒരു പുസ്തകം വായിക്കുന്നുവോ എന്നെങ്ങനെ ചോദിക്കും? ഡസ് ഷീ റീഡ് എ ബുക്ക്? ഇതിനുത്തരമായിട്ട് അതെ, അവൾ ഒരു പുസ്തകം വായിക്കുന്നു എന്നെങ്ങനെ പറയും? യെസ്, ഷീ റീഡ്സ് എ ബുക്ക് എന്നാണ്. ഇനി ഇല്ല എന്നാണ് പറയേണ്ടതെങ്കിലോ? ഇല്ല, അവൾ ഒരു പുസ്തകം വായിക്കുന്നില്ല. നോ, ഷീ ഡസിൻറ്റ് റീഡ് എ ബുക്ക്. ഇനി ഒരു ഉറപ്പിന് വേണ്ടി ഒരു ചോദ്യം ചോദിക്കുന്നു. അവൾ ഒരു പുസ്തകം വായിക്കുന്നില്ലേ എന്നാണെങ്കിലോ? ഡസിൻറ്റ് ഷീ റീഡ് എ ബുക്ക് എന്നാണ് ചോദിക്കേണ്ടത്. സിംഗുലർ പോലെ തന്നെ പ്ലൂറലിലും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അവർ എന്തെടുക്കുന്നു എന്ന ചോദ്യം എങ്ങനെ പറയും? വാട്ട് ഡു ദേ ടേക്ക്? അവർ ഒരു മേശ എടുക്കുന്നു. ദേ ടേക്ക് എ ടേബിൾ. അവർ ഒരു മേശ എടുക്കുന്നു എന്നെങ്ങനെ ചോദിക്കും? ഡു ദേ ടേക്ക് എ ടേബിൾ? അതെ, അവർ ഒരു മേശ എടുക്കുന്നു. യെസ്, ദേ ടേക്ക് എ ടേബിൾ. എന്നാൽ ഇല്ല എന്നാണെങ്കിലോ? ഇല്ല, അവർ ഒരു മേശ എടുക്കുന്നില്ല. നോ, ദേ ഡോണ്ട് ടേക്ക് എ ടേബിൾ. അതുപോലെ അവർ ഒരു മേശ എടുക്കുന്നില്ലേ എന്ന നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതോ ഡോണ്ട് ദേ ടേക്ക് എ ടേബിൾ എന്നാണ്. ഇപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം പറയുവാനും പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് നിത്യജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.